സംസാരിച്ചതാണ്. പക്ഷേ ഇനി ഞാൻ ഒന്ന് രണ്ട് പേരെ വേദിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, കാരണം എൻ്റെ പഠനകാലത്തെ ഹീറോസാണ് ഇവിടെ രണ്ടുപേരിയിരിക്കുന്നത്. റഹ്മാൻ സാറിനുണ്ടായിട്ടുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു ടീനേജ് ഹീറോനും ഉണ്ടായിട്ടില്ല. ആ റഹ്മാൻ സാറാണ് നമ്മളിവിടെ എത്തുന്നത്. അതോടൊപ്പം എൻ്റെ മാഷോ മാൻ എന്ന് പറയുന്നത് ബാബു ആന്റണി. ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന തീയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ചിലമ്പിൽ ഇവരെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത്രയും പേര് കണ്ടാൽ മതി വിജയിക്കാൻ. ഇത്രയും പേര് കാണണം, ഉണ്ടാവില്ലേ? കാരണം ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. ദ ഗാങ്സ്റ്റർ കോമഡി എന്റർടൈനർ ആയിരിക്കും അത്. ഇടി, അടി, വെടി, പുക എല്ലാം ഉള്ള ഒരു പടമാണ്. പക്ഷേ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഞാൻ പറയുന്നു, ഇതോടുകൂടി മലയാളത്തിന്റെ രോഹിത് ഷെട്ടിയാകാൻ പോവുകയാണ് ഒമർ ലുലു. ഈ സിനിമയോടുകൂടി മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സംവിധായകനായി ഞാൻ പറയുന്നു മലയാളത്തിന്റെ രോഹിത് ഷെട്ടി. ഒമർ ലുലു എവിടെയാണ്? അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ അധികം വരാറില്ല, വന്നാൽ തന്നെ തീപാറാറുണ്ട്. അപ്പൊ ഒമർ ലുലുവിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നത് കൈയടിക്കുക പ്ലീസ്. തിരക്കിനിടയിൽ നിന്ന് നടന്നു വരാൻ പറ്റുന്നില്ല, ക്രൗഡിന്റെ ഇടയിൽ നിൽക്കുകയാണ്. ഞങ്ങളൊരു സംവിധായകൻ അതിന്റെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ട്, അത് കയറ്റി വിടണം. ഇനി ആരാണ്? ഇനി സുധീർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സുധീർ നിങ്ങളുടെ മുന്നിലേക്ക് തകർത്താടാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു കരിയറിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും സിനിമയിൽ. ബിബിൻ ജോർജും സെന്തിലും അതുപോലെ തന്നെ നായകന്മാരുടെ കൂട്ടത്തിൽ ഇതാ ആൻസൺ പോൾ, മമ്മൂക്കയുടെ അനിയനായിട്ട് അബ്രാമിന്റെ സന്തതികളിൽ നിങ്ങൾ പരിചയപ്പെട്ട ഒന്ന് എഴുന്നേറ്റോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ സിനിമ സാധ്യമായത് ബഹുമാനിയായ ഷീലു അബ്രഹാം കാരണമാണ്. ഇത് എക്കാലത്തെ എവർഗ്രീൻ സിനിമയായി മാറാൻ പോകുന്നു. അബ മൂവീസിന്റെ പ്രസന്റേഷനാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം തിയേറ്ററിൽ ആവശ്യമാണ്. തിയേറ്ററിലെ ആഘോഷത്തിന് ഞങ്ങൾ എത്തുന്നതായിരിക്കും. കാരണം നിങ്ങൾ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ, ഞങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇതേ സ്വീകരണം തന്നെ തരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താ വേണ്ടത്? ടിനി ഒരു പാട്ട് പാടണമല്ലോ. എവിടെ പോയാലും അമേരിക്ക പോയി പാടുന്ന, എവിടെ പോയാലും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലേ ഞാൻ പാടുള്ളൂ, അല്ലാതെ നിങ്ങളുടെ കൈയടിയാണ് അതിന്റെ ഉത്തരം. എന്ത് പാട്ടാ വേണ്ടത്? ഹിന്ദിയോ ഇംഗ്ലീഷോ ഏതാ വേണ്ടത്? കന്നഡ, മലയാളം മതി. ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് പാടാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പനും മക്കളും കൂടി ഉണ്ട്. അപ്പനും മക്കളായിട്ട് വന്നേക്കണവര് ഉണ്ടോ? അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു പെർഫോമറാണ്, അതുകൊണ്ട് നമ്മളിവിടെ വന്ന് കുറെ തള്ളിയിട്ട് കാര്യമില്ല. നമ്മൾ നിങ്ങൾ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റുന്ന ഒരു ഹിന്ദി സോങ് ആണ്. ചേട്ടാ, നമ്മുടെ ഒമർക്ക് എവിടെ എത്തിയിട്ടുണ്ട്? ആ ഒമർ ലുലു വന്നതിന് ശേഷം ഒരു പാവം സംവിധായകൻ, എല്ലാവരും ചേർന്നത് കൈയടിക്കുക. ഏത് സിനിമയിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സർപ്രൈസ് ഉണ്ടാവാറുണ്ട്. ഒമർ ലുലു ഈ സിനിമയെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഈ ഫംഗ്ഷൻ കൊച്ചിയിൽ വയ്ക്കാൻ നിന്നതാണ്. അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് വേറെ ലെവലാണ്, വേറെ വൈബാണ്. ഇവിടെ ഈ ഹൈലൈറ്റ് മാളിൽ ഫസ്റ്റത്തെ ഓഡിയോ ലോഞ്ച് വെച്ചത് ഞാനാ, ചാൻസ് ഫിലിമിന്. ഓർമ്മയുണ്ടല്ലോ അവർക്കും. അതിനുശേഷം മലയാള ഇൻഡസ്ട്രിയിൽ എല്ലാവരും കോഴിക്കോട് ഓഡിയോ ലോഞ്ച് വെച്ച് തുടങ്ങിയത്. കാരണം കോഴിക്കോട് വേറെ ലെവലാണ്. ഞാനിവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അടാറിലെ മാണിക്യ മലരായ മൂവി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത്. അങ്ങനെയാണ് അത് ഫിലിമിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് പക്ക അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പടമായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കി നിങ്ങളെല്ലാവരും കണ്ടിട്ട് പറയാം. പിന്നെ എന്താ പറയുക, ഇതിൽ നമ്മുടെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ സാറ്, ബാബു ചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ
എല്ലാവരും ഉണ്ട് മലയാള ഫിലിമിൽ ഒരുവിധം. എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഒമർക്ക, ഇത് സത്യത്തിൽ ഇതിന്റെ ഒരു കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതൊരു മൾട്ടി സ്റ്റാറർ മൂവിയാണ് അല്ലേ? കാരണം അത്രയധികം താരങ്ങളാണ് ഇതിൽ താരങ്ങളല്ല, ഇതിലെല്ലാവരും സാധാരണക്കാരാണ്. അടിപൊളി അടിപൊളി. സാധാരണക്കാർക്ക് വേണ്ടി ഒരു സാധാരണക്കാരനെ ഒരുക്കുന്ന ഒരു സാധാരണ സിനിമ. അടിപൊളി. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാർ അത് ഏറ്റെടുക്കും. തീർച്ചയായിട്ടും സാധാരണക്കാരെ ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് വിചാരിക്കുന്നത് ഒരു ലോക്കൽ വൈബ് സിനിമയാണിത്. അതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടിന് ഓഡിയോ ലോഞ്ച് ചെയ്തുകൊണ്ട് തുടങ്ങിയത് പറഞ്ഞു, അതിന് തിരിച്ച് നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹം അവർക്ക് കൊടുക്കണ്ടേ? Once again, നല്ലൊരു കൈ കൊടുക്കേ. Thank you so much. Thank you Omarka. Thank you so much. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എല്ലാവരും കോഴിക്കോടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ഈ പാളയത്ത് ചെയ്ത അതോടുകൂടിയാണ് എനിക്ക് സിനിമയിൽ ഒരു ചെറിയ സ്റ്റൂളാണെങ്കിലും കിട്ടിയത്. അതുകൊണ്ട് കോഴിക്കോട് എൻ്റെ സെക്കൻഡ് ഹോമാണ്. ഇവിടെ വരുന്നത് എനിക്ക് വളരെ സന്തോഷമാണ്. എന്നെ ഉണ്ടാക്കിയത്, എന്നെ നിലനിർത്തിയത് ഇവിടെ നിന്നുള്ളൊരു സംവിധായകനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്ദിയെ നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ആ പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്ന് രണ്ട് പേര് അപ്പനും മക്കളുണ്ടെങ്കിൽ ഒന്ന് കയറി വന്നേ. അപ്പനും മക്കളായിട്ട് വന്നേ. വഴിയുണ്ടോന്നാണ് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാൽ നിങ്ങളെ കയറ്റി വിടാം. തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ പിള്ളേരെ കയറ്റി വിടും. കൊച്ചു പിള്ളേരെ കയറ്റി വാ, വരൂ സ്റ്റേജിലേക്ക് വാ. ചെറിയ മക്കൾ, ചെറിയ പിള്ളേര് വാ. കൊച്ചു കുട്ടികളൊന്നും പിന്നെന്താ പറയാത്ത ചെറിയ പിള്ളേരുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇത് നമ്മളെല്ലാം വേണ്ടിയിട്ടാണ്. വേണ്ട, 60 വയസ്സിന് 70 വയസ്സിനുമുള്ള നാരായണൻകുട്ടി, കൃഷ്ണൻകുട്ടി എന്നല്ല, കൊച്ചു കുട്ടികൾ. അപ്പൊ നമ്മുടെ സിനിമയില് നമ്മുടെ നമ്മുടെ കുട്ടി തന്നെ നമ്മുടെ സിനിമയില് നല്ലൊരു കൈയടി. ഓക്കെ ഓക്കെ, പ്ലേ ചെയ്തോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. ഈ കുട്ടിക്ക് പ്രായം കൂടല്ല, കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്നില്ല. അമ്മ നമുക്കിനി നമ്മുടെ ഓഡിയോ അല്ല തരാനുള്ളത് തന്നെ തരാനുള്ളത് മേടിച്ചിട്ട് പോകും. അത് ചോദിച്ചു മേടിക്കണം. ഏറ്റവും വലിയ നാണക്കേട്. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ കലാകാരന്മാരും വേദിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഫ്രീ ആണ്, അതിന് ചെലവില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു സയന്റിസ്റ്റ് പറഞ്ഞത്, ഈ നമ്മുടെ മുഖത്ത് ഗ്ലാമർ വേണം, അല്ലെങ്കിൽ ചോരത്തുടപ്പ് വേണമെങ്കിൽ കൈ യോഗയാണ്. അപ്പൊ അതിനൊരു കുറവും വരുത്തരുത്. ഓക്കെ, അപ്പൊ ബാഡ് ബോയ്സിന്റെ ടീസർ മില്യൺ വ്യൂസ് എത്ര നേരം കൊണ്ടാണ് ആയത്? ഒരു ദിവസം കൊണ്ട് ആ പാട്ട് കേട്ട് കയറി വരണം. സെന്തിൽ പാടുന്ന പാട്ട് കേട്ടിട്ടായിരിക്കും ആള് വരിക. ഓക്കെ ഓക്കെ. ഹലോ, എല്ലാ പ്രിയപ്പെട്ട കോഴിക്കോടുകാർക്കും നമസ്കാരം. ഹായ്, ഞാനൊരു തിരുവനന്തപുരക്കാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിൻ്റെ മരുമകനാണ്. ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ്, പകുതി കോഴിക്കോടുകാരനാണ്. അപ്പൊ ഇത് പോരാ, ഒരു നല്ല കൈയടി പോരാ, ഒന്നുകൂടെ. താങ്ക് യു. എന്നെ ഒമർക്ക ഈ പടത്തിനകത്ത് വിളിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ ഘടാതാകർഷിച്ച ഒരു ഘടകം എന്ന് പറയുന്ന ആ ഘടകമാണ് ഇതായിരിക്കുന്ന റഹ്മാനിക്ക. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛന് TV റേഡിയോ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഈ TV, VCR, VCP, വീഡിയോ കാസറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ കുറേ വീഡിയോ കാസറ്റുകൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറേ സിനിമകളിട്ട് കാണുകയും ചെയ്യുന്നു. അക്കൂട്ടത്തിൽ കണ്ട കുറേ സിനിമകളാണ് ശ്യാമ,
പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, തമ്മിൽ തമ്മിൽ, അങ്ങനെ ആ പടങ്ങൾ ഒരുപാട് തവണ കണ്ട് റഹ്മാനിക്കയുടെ ഒരു വലിയ ഫാനായി മാറിയ ആളാണ് ഞാൻ. അപ്പോൾ ഒമരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ ഇക്കയുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാബുച്ചേട്ടൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് താരങ്ങൾ, നിന്നെയൊന്നും ഞാൻ അങ്ങനെ ബിബിൻ്റെയും കൂടെ പറയാൻ പറഞ്ഞു. ബിബിൻ്റെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. എല്ലാ സിനിമയിലുള്ള എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റി. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. റഹ്മാനിക്ക അന്ന് തന്നെ അന്നത്തെ ആൻറ്റിമാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ ആരാധന പാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഈ പടം ഇറങ്ങുന്നതോടുകൂടി ഈ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികളും ഇക്കയുടെ ഫാൻസായി മാറും. ഇത്തിരി നാണം പെണ്ണിൻ കവിളിന് കുങ്കുമമേകും, മംഗളഗന്ധമാണും കരളിനെ ഇടിയൊട്ടുമ്പോ, ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ. ഒരു 8 മിനിറ്റ് നിന്ന് നമ്മൾ ഇനി ഒരാളെയും വിളിക്കാറുണ്ട്. ഒരാളെയും വിളിക്കാം. ആ ആളെ വിളിക്കുന്നത് വേറെ ആളെയും വിളിക്കാണ്. കമോൺ. ചെവിയിലോതി കൊടുത്തത് ചാകാൻ പോകുന്നതിനുള്ള ഗുരുവാണ്. അവൻ്റെയും നിന്റെയും കാണും. ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടും. ഗണപതി അംഗത്തിൽ തുടങ്ങി ഗരുഡ കേരളത്തിലെത്തി പുതിയ അംഗത്തിൽ തീരുന്ന 64 മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ 36 വാഴ്ത്താൻ. 7 ജന്മം ജനിച്ചാലും കഴിയില്ല കേശവ, നിനക്ക് തടുക്കാനും ജയിക്കുന്നു. ആക്ഷൻ കണ്ടില്ല അതിനിടയ്ക്ക്. ഒന്ന് കിട്ടേക്കാം. പണം അതിനുവേണ്ടി ഒരു കുതിരയെ പോലെ പായും, ആരും എത്താത്ത അത്ര വേഗത്തിൽ. ഒത്തിരി സന്തോഷം. കോഴിക്കോട് എത്തിയിരിക്കുകയാണ് നമ്മൾ. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ, വെറുതെ പറയല്ല, സത്യം. വേറെ നഗരത്തിൽ കിട്ടാത്ത ഒരു എന്താ പറയുക, ഒരു ത്രില്ലാണ് ഞാനിവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത്. ഇത് ക്ലീശ ഇവിടെ വരുന്നത് എല്ലാവരും ഇത് പറയുന്നതാണ്, പക്ഷേ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ്. കാരണം ചില കാരണങ്ങളുണ്ട്. ആദ്യം ഞാനൊരു നിലമ്പൂർക്കാരനാണെങ്കിലും എൻ്റെ മദർ കോഴിക്കോട്ടിൽ നിന്നാണ്. അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ ഉണ്ടാവുമല്ലോ, ഒരു കോഴിക്കോടുകാരൻ്റെ രക്തം. പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ എപ്പോഴുള്ള അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോട് നിന്നാണ്. ഞാൻ ചെന്നൈയിലാണെങ്കിൽ താമസിക്കെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതും സംസാരിക്കുന്നതും ഒക്കെ കോഴിക്കോടിലാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ വരുന്നതും നിങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വന്നതുപോലെയാണ് എൻ്റെ തോന്നൽ. ഇവരൊക്കെ പറയുന്നുണ്ട് എൻ്റെ 2ാം വീടാണ് 3ാം വീടാണൊക്കെയാണ്, പക്ഷെ നിങ്ങളെൻ്റെ ഫസ്റ്റ് വീടാണ്, അത് സംശയമില്ല. സാറിന് സാറിന് സ്റ്റേജ് നിർത്തിയിട്ട് എനിക്കൊരു പാട്ട് പാടുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് വരും പാടാം, പക്ഷെ ആ പാട്ട് നന്നായിട്ട് അറിയുമ്പോൾ ഒന്ന് പാടണം. ഓക്കെ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി, കളികൾ ചൊല്ലി കാറ്റ് പൂവിൻ. ഈ പാട്ട് ആർക്കാ നന്നായിട്ട് പാടാറിയാം? എന്തായാലും മറ്റേ ബാബുവിന്റെ സൗണ്ട് നീ സേഫ് ആണ്. ടീമേ വാ. ഇപ്പോഴാണ് ഓളോ ആയത്. വാ എല്ലാവരും ബാഡ് ബോയ്സിലെ ടീം ഇത്തിരി ഡിലീറ്റ് വരും. എല്ലാവരും ഏറ്റു പറഞ്ഞു, ഞങ്ങൾ വെറുതെ പാടി തുടങ്ങുള്ളൂ. കോഴിക്കോടിന്റെ സ്നേഹം നിങ്ങൾ കാണിക്കേണ്ടത് ആ പാട്ടിലൂടെയാണ്. ഓക്കെ.
കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപോവിൻ കരളിനോടും നീ നിഴലായി അലസമലസമായി അരികിലൊഴുകിന ഇളപ്പോ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപോയി കരളിനോടും നീ. താങ്ക് യു താങ്ക് യു താങ്ക് യു. അഭയ പ്ലീസ് ആരും പോകരുത്. നിങ്ങളെല്ലാവരും ടീസർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഓണത്തിനാണ്, ഓണം 13-ാം തീയതിയാണ് റിലീസ്, സെപ്റ്റംബർ 13-ാം തീയതി. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. ഫാമിലി ആയിട്ട് ഓണം നല്ലൊരു ഓണം ഫിലിം ഫെസ്റ്റിവൽ ആയിരിക്കും ഇത്. ഇനി ഇന്ന് വില്യംസിന് ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അതായത് കോഴിക്കോടിന്റെ ഒരു പാട്ട് പാടി ഭയങ്കര ഹിറ്റായ ഒരാളാണ്. ഞാൻ പേര് പറയാനുള്ള ആൾക്ക് വായിക്കൊടുക്കുക. ആ പാട്ടൊന്ന് പാട്. നമസ്കാരം. കാലിക്കറ്റ് കോഴിക്കോട് സുഖമാണോ? ഹാപ്പി അല്ലേ? ഒരുപാട് പാട്ടുകൾ ദൈവം സഹായിച്ച് പാടാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കാലിക്കറ്റ് സോങ് പോലെ ഇത്രയും സ്വീകാര്യതയോടെ എനിക്ക് ഇത്രയും സ്വീകാര്യത എന്ന പാട്ട് വേറെ ഒന്നുമില്ല. അതിൻ്റെ ലിറിസിസ്റ്റും ഇവിടെ ഉണ്ട്, ഹരി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഹരിയുടെ മുന്നിലും ഇങ്ങനെ പാടാൻ പറ്റുന്നതിൽ. പാടാൻ നമുക്ക് ഒരുമിച്ച് പാടാം. കൂടെ പാടില്ലേ? പാടാം 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 പാടൂലേ? കൂടെ പാടില്ലേ? പോറില്ല. ഇങ്ങനെ പോവാം. ഇങ്ങനെ പറ്റുമോ? പാടിയേ? ഓക്കെ. കൽവിലു തേനൊഴുകണ കോഴിക്കോട്, കടലമ്മ മുത്തണ കര കോഴിക്കോട്, ഹൽവാ മനസ്സുള്ളൊരു കോഴിക്കോട്, വേണേ കണ്ണോളി ചങ്ങായി നമ്മൾ കോഴിക്കോട്. കായമറുത്ത് തരാടോ കറുമുറ വരച്ച് കഴിച്ചോ, ദം ബിരിയാണി കഴിച്ചോ, പിന്നെ സംഗതി നല്ല ഉസാറ്. കൽവിൽ തേനൊഴുകണ കോഴിക്കോട്. താങ്ക് യു ബാബുചേട്ടാ പ്ലീസ്. നമ്മൾ ബാബുചേട്ടൻ നേരത്തെ ബാബുചേട്ടൻ പറയൂ. സോറി, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, ഫോട്ടോഗ്രാഫർ ആയിപ്പോയി. ഹലോ കാലിക്കറ്റ്, എല്ലാവരും സുഖമായിരിക്കുമല്ലോ അല്ലേ? 1985 ഞാൻ ഭരതനാട്യം കാണാൻ പോയി. അപ്പോൾ ഭരതനാട്യം പറഞ്ഞു ഞാൻ റഹ്മാനെ വെച്ചൊരു സിനിമ എടുക്കാൻ പോവാണ്. അതിൽ വില്ലനായിട്ട് അഖിൽ 1 2 3 മ്യൂസിക്. അതിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ ഞാൻ ബാബുവാനെ സെലക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷം അന്നെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ റഹ്മാൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. അപ്പോൾ ആ റഹ്മാനുമായിട്ട് വീണ്ടും ഒരു പടം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ബാബുചേട്ടാ, അവിടുന്ന് ഒരുപാട് ഉമ്മകൾ വരുന്നുണ്ട്. പിന്നെ ഒരു കൊറോണയ്ക്ക് മുമ്പ് ഒമറും ഞാനും കൂടെ ഒരു പടം പ്ലാൻ ചെയ്തിരുന്നു. അതായത് പവർ സ്റ്റാർ. ഇപ്പോൾ കൊറോണ കാലത്ത് ഒന്ന് മുങ്ങിപ്പോയി. പക്ഷേ ഈ പടത്തിന് ശേഷം നമ്മളത് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പം ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും അതായത് പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ഷീലി എബ്രഹാം, മിസ്റ്റർ എബ്രഹാം, അവരാണ് ഈ സിനിമ സാധ്യമാക്കാനായിട്ട് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും ബാഡ് ബോയ്സ് ആണ്, ഞാൻ മാത്രമുള്ള ഗുഡ് ബോയ്സ്. അപ്പോൾ താങ്ക് യു. എല്ലാവരും വന്ന് സിനിമ കാണണം. 13-ാം തീയതിയാണ് റിലീസ്. നിങ്ങളെല്ലാവരും വന്ന് സിനിമ കാണണം. തീർച്ചയായിട്ടും എല്ലാവരും ബാബുചേട്ടൻ പാട്ട് പാടുന്നത്. ഇപ്പം നമുക്ക് ഓഡിയോ ലോഞ്ചിങ് ആണ്. ഓഡിയോ ലോഞ്ചിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ മ്യൂസിക് എടുത്തിരിക്കുന്ന 1 2 3 മ്യൂസിക്കാണ്. അപ്പോൾ എബ്രഹാം സാർ, ഷീലുമാം എല്ലാവരും കൂടി ഓഡിയോ ലോഞ്ച് ചെയ്യാണ്. ഹൈലൈറ്റ് മാളിലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരു നിറഞ്ഞ കൈയടി വേണം.
ഫുൾ ടീം, ബാഡ് ബോയ്സിന്റെ ഫുൾ ടീമാണ്. അഖിൽ ഓക്കെ സോ ഒരു നല്ലൊരു കൈയടി